നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിശക്തമായ മഴ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും മഴ മൂലമുണ്ടാകുന്ന അപകട വാർത്തകൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകളുടെ ജീവനും ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ട്രെയിൻ ഗതാഗതമടക്കം താളം തെറ്റിയ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നതിനിടയിൽ കേരളത്തിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും വലിയ തോതിൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിൻ്റെ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നദീതീരങ്ങളിലുള്ളവരും പ്രളയബാധിത മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലും ഒക്കെ തന്നെ ഏറെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. വയനാട് അടക്കം വളരെ ശ്രദ്ധയോടുകൂടി, ചൂരൽമലയിലടക്കം കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയ മഴയും വളരെ ജാഗ്രതയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണേണ്ടത്. ഈ സാഹചര്യത്തിനിടയിൽ 100 വർഷത്തിനിടയിൽ ആദ്യമായി മൺസൂൺ ചതിച്ചത് മൂലമുണ്ടായ ഒരു വലിയ അബദ്ധം, ഒരു നഗരം മുഴുവൻ മുങ്ങിത്താഴാൻ പോകുന്ന ഒരു ഭീതി, ഇതൊക്കെ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ഒരു നൂറ്റാണ്ടിനിടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രകൃതി പ്രതിഭാസത്തെ നോക്കിക്കാണുന്നത്. സംസ്ഥാനത്ത് ഇപ്പോഴും ശക്തമായ മഴ അങ്ങനെ തന്നെ തുടരുന്നു. പലയിടത്തും മഴക്കെടുതി അതിരൂക്ഷമാണ്. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കൂടാതെ ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. കേരളത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നദികൾ കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ തലസ്ഥാന നഗരത്തിലടക്കം പലയിടത്തും മഴ പെയ്ത് വീട്ടിലും മറ്റുമൊക്കെ തന്നെ വെള്ളം കയറുന്ന കാഴ്ച നാം കാണുന്നതാണ്. പ്രളയ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വിവിധ നദികൾക്ക് റെഡ്, ഓറഞ്ച് അലർട്ടുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടുള്ളതല്ല. ഇതിനോടകം തന്നെ നദിയിൽ ഇറങ്ങിയതും അതുപോലെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയതും കുളിക്കാൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ കാണാനില്ലാത്തതും ചില ആളുകൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ടും, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇനിയുള്ള 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനമുള്ളത്. മെയ് 27-നും 30-നും വരെയുള്ള സമയത്ത് അതിതീവ്രമായ മഴയ്ക്കും 27-നും 31-നും ഇടയിൽ അതിശക്തമായ മഴയ്ക്കുമുള്ള സാധ്യത പ്രവചിക്കുന്നു. പ്രതീക്ഷിച്ചാലും വളരെ നേരത്തെയാണ് മൺസൂൺ ഇത്തവണ എത്തിയത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയെ തുടർന്ന് പലയിടത്തും വലിയ കെടുതികൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇതിനോടകം തന്നെ അവധിയും പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെൻ്ററുകൾ, മദ്രസകൾ, പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ DR മേഘശ്രീ നാളെ അവധി പ്രഖ്യാപിച്ചത്. ജില്ലയിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ റെഡ് അലർട്ടാണ് ജില്ലയിലുള്ളത്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ഇങ്ങനെ മഴ കടുകട്ടിയായി തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ എത്തിയ കാലവർഷം രാജ്യത്തുടനീളം പല തോതിലുള്ള നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ ദുരിതം പേറി മുന്നോട്ട് പോകേണ്ട സാഹചര്യം. നിരവധി പേർക്ക് ഇതിനോടകം ജീവൻ നഷ്ടമായി. പലരുടെയും വീടും കിടപ്പാടവും ഉപജീവനമാർഗവും ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായി. വെള്ളപ്പൊക്കമുണ്ടായി. അങ്ങനെയുള്ള നിരവധി വാർത്തകൾ ലഭിക്കുന്നു. എന്നാൽ ഒരു ശക്തമായ മഴ കൂടി പെയ്തിറങ്ങിയാൽ ഒരു നഗരം പൂർണ്ണമായും മുങ്ങിത്താഴുന്നതായിട്ടുള്ള ഒരു വാർത്ത നാം കേൾക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു നഗരം നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. ആ നഗരമാണ് വാണിജ്യ തലസ്ഥാനം കൂടിയായിട്ടുള്ള മുംബൈ. പതിവിലും നേരത്തെ മൺസൂൺ എത്തിയത് തന്നെയാണ് മുംബൈയെ സംബന്ധിച്ച് ഏറെ വലയ്ക്കുന്നത്. ഇതിനോടകം തന്നെ ചെയ്തു തീർക്കാനുള്ള ഒട്ടനവധി ജോലികൾ ഇതുവരെയും ചെയ്തു തീർക്കാൻ കഴിയാത്തത് കൊണ്ട് മുംബൈ നഗരത്തെ ഇത് മുഴുവനായി മുക്കുമെന്നുള്ള ഭീതിയാണ് ജനങ്ങൾക്കുള്ളത്. മുംബൈ നഗരത്തിലും കൊങ്കൺ മുതൽ പാൽഘർ വരെയുള്ള തീരദേശ ജില്ലകളിലും പശ്ചിമ മഹാരാഷ്ട്രയിലും അപ്രതീക്ഷിത ദുരന്തങ്ങൾ തന്നെയാണ് മഴയോടൊപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഏറെ ഹൃദയഭേദകമാണ്. സാധാരണ ജൂൺ 2ാം വാരത്തോടുകൂടി, ജൂൺ ഒരു പകുതിയോടുകൂടി ആയിരിക്കും മുംബൈയിൽ മൺസൂൺ എത്തിച്ചേരുന്നത്. എന്നാൽ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് മെയ് മാസത്തോടുകൂടി തന്നെ മൺസൂൺ എത്തിയപ്പോൾ മുംബൈയിലെ ആകെ മൊത്തം തകിടം മറിച്ചൊരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. 1990-ൽ മെയ് 20-ാം തീയതി മൺസൂൺ എത്തിയത് ഒഴിച്ചാൽ ഈ കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് കാലവർഷം മെയ്യിൽ തുടങ്ങുന്നത്.
മൺസൂൺ എത്തിയതോടെ ഇപ്പോൾ നഗരത്തിൽ വ്യാപക വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഒക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്കിടയിൽ പെയ്ത ഏറ്റവും ശക്തമായ മഴ എന്ന റെക്കോർഡ് ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയ മഴയിൽ രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. ഇതിനു മുൻപ് 35 വർഷങ്ങൾക്ക് മുൻപ് നേരത്തെ മൺസൂൺ ഉണ്ടായെങ്കിൽ പോലും ഇത്രയധികം മഴ പെയ്തിറങ്ങുകയോ കനത്ത നാശനഷ്ടം സൃഷ്ടിക്കുകയോ ചെയ്തിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രി മുതൽ രാവിലെ 11 മണി വരെ മുംബൈയിൽ 295 മില്ലിമീറ്ററിലധികം മഴയാണ് ലഭിച്ചതായി കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 107 വർഷത്തിന് ശേഷമാണ് മെയ് മാസത്തിൽ ഒരു ദിവസം കൊണ്ട് ഇത്രയധികം മഴ പെയ്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരിതമായി ഇതിനെ മുംബൈ ജനവാസികൾ നോക്കിക്കാണുന്നുണ്ട്. ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന അളവിൽ മഴ പെയ്തത് 279.4 മില്ലിമീറ്ററാണ്. അത് 1918 അതിനേക്കാൾ ഏറെ മഴ തന്നെയാണ് ഇത്തവണ പെയ്തിറങ്ങിയിട്ടുള്ളത്. സാധാരണയേക്കാൾ 16 ദിവസം മുൻപ് ഇത്തവണ കാലവർഷമെത്തി. മെയ് 26 മുംബൈയിൽ കാലവർഷമെത്തിയത്. രാത്രി മുതൽ പുലർച്ചെ വരെ നിലയ്ക്കാത്ത മഴപ്പെയ്ത്തിൽ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായതും ജനജീവിതത്തെ ആകെ ദുസ്സഹമാക്കിയതുമായിട്ടുള്ള വാർത്തകൾ ലഭിക്കുന്നുണ്ട്. മെട്രോ സർവീസുകളും ലോക്കൽ ട്രെയിൻ സർവീസുകളും ആകെ തകിടം മറിഞ്ഞു. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് വിമാന സർവീസുകൾ അടക്കം വൈകുകയും ചിലതൊക്കെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ദീർഘദൂര ട്രെയിനുകളുടെ സർവീസുകളെയും മഴ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. പല ട്രെയിനുകളും ഇപ്പോഴും വൈകി ഓടുന്നു. മുംബൈ മെട്രോയുടെ ബാന്ദ്ര കുർല കോംപ്ലക്സ്, അവിടെ നിന്നും വോർലിയിലെ ആചാര്യ യാത്രൈ ചൗക്കിലേക്കുള്ള സർവീസ് ഈ മാസം 10-ാം തീയതിയാണ് പ്രവർത്തനം ആരംഭിച്ചത് പോലും. മഴയ്ക്ക് പിറകെ ഇവിടെ മൊത്തം വെള്ളം കയറിയതും നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾക്ക് വഴി ഒരുക്കിയിട്ടുണ്ട്. ആകെ താറുമാറായ നിലയിലാണ് ട്രെയിൻ സർവീസ് ഒക്കെ തന്നെ മുന്നോട്ട് നീങ്ങുന്നത്. മുംബൈയിലെ ഡ്രെയിനേജ് സിസ്റ്റവും കടലുമൊക്കെ ഏകദേശം ഒരു സന്തുലിത അവസ്ഥയിലാണ് പ്രവർത്തിച്ചു പോരുന്നത്. അതുതന്നെയാണ് മുംബൈ നഗരത്തെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതും. നേരത്തെ മുംബൈ നഗരം ചെറു ദ്വീപുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയായിരുന്നു. അതിനെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡ്രെയിനേജിൻ്റെ പ്രവർത്തനവും കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ തന്നെ പരസ്പര പൂരകങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിരിക്കുന്ന ഒന്നായി തന്നെ മാറുന്നു. എങ്ങനെയെന്നാൽ വേലിയിറക്ക സമയത്ത് നഗരത്തിൻ്റെ ചരിവ് കാരണം മഴവെള്ളം അറബിക്കടലിലേക്ക് വളരെ വേഗത്തിൽ ഒഴുകിപ്പോകും. ആ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നും തന്നെ സൃഷ്ടിക്കില്ല. എന്നാൽ കനത്ത മഴയും വേലിയേറ്റവും ഒരേ സമയമുണ്ടായാൽ സ്ഥിതി നിയന്ത്രണാതീതമാകും. ഈ സമയത്ത് കടൽ വെള്ളം നഗരത്തിലേക്ക് ഒഴുകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് തടയാൻ വേണ്ടി ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ലോക്ക് ഗേറ്റുകൾ ഇതിനായി പലയിടത്തും ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ കെട്ടിക്കിടക്കുന്ന കടൽ വെള്ളവും മഴവെള്ളവും നഗരത്തിൽ നിന്നും പുറന്തള്ളാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പമ്പിംഗ് സ്റ്റേഷനുകൾ മുംബൈ നഗരത്തിൻ്റെ പല മേഖലകളിലുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിശക്തമായ മഴ പെയ്താൽ, അതിഭീകരമായി കടൽ വെള്ളം കരയിലേക്ക് കയറാൻ തോന്നിയാൽ, നിയന്ത്രണാതീതമായാൽ ഇവ വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഏറെ ദുസ്സഹമാണ്, ഏറെ സമയമെടുക്കും. ഇത്തവണ മൺസൂൺ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നഗരത്തെ വളരെ ദോഷകരമായി ഇത് ബാധിക്കുകയാണ്. കാരണം മുൻകരുതൽ നടപടികളൊന്നും തന്നെ, മഴക്കാലപൂർവ്വ ശുചീകരണമൊന്നും തന്നെ നടത്താനുള്ള സമയക്രമീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അഴുക്കുചാലുകൾ വൃത്തിയാക്കി ചെളി നീക്കം ചെയ്ത് മുന്നോട്ട് പോകേണ്ട, ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ തന്നെ വൃത്തിയാക്കി സജ്ജീകരിക്കേണ്ട, വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്ന വിധത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ തവണ ചെയ്തിട്ടില്ല. അതൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. പക്ഷേ ഇന്ന് മഴയ്ക്ക് ചെറിയ തോതിൽ ശമനമുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ കനത്ത മഴയെ തുടർന്ന് താളം തെറ്റിയിരിക്കുകയാണ് കേരളത്തിലെ അടക്കം ട്രെയിൻ ഗതാഗത സർവീസുകൾ. ചില ട്രെയിൻ പുറപ്പെടുന്ന സമയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് അടക്കമുള്ള പല ട്രെയിനുകളും 1 മണിക്കൂറിലധികം വൈകി ഓടുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത. ചൊവ്വാഴ്ച വൈകുന്നേരം 4:05 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് വൈകിട്ട് 5:10 യാത്ര തിരിക്കുന്നത് പോലും. ചൊവ്വാഴ്ച രാത്രി 8:55 ചെന്നൈ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ചെന്നൈ സെൻട്രൽ ആലപ്പുഴ എക്സ്പ്രസ് 1 മണിക്കൂർ 20 മിനിറ്റ് വൈകി രാത്രി 10:15 കൂടിയായിരിക്കും പുറപ്പെടുക എന്നാണ് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 1.5 മണിക്കൂർ വൈകിയിട്ടുണ്ട്. കണ്ണൂർ കോയമ്പത്തൂർ പാസഞ്ചറും 3 മണിക്കൂർ അധികമാണ് വൈകി ഓടുന്നത്. പരശുറാം എക്സ്പ്രസ് 2 മണിക്കൂർ 50 മിനിറ്റാണ് വൈകി ഓടുന്നത്, ഏകദേശം 3 മണിക്കൂറിനടുത്ത്. കോഴിക്കോട് കല്ലായി ഫറോക്ക് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ട്രാക്കിൽ ഇന്ന് വീണ്ടും മരം വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിൽ തുടർച്ചയായി 3 ദിവസവും മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞു വീഴുന്നതും മരം വീഴുന്നതും സ്ഥിരമായിട്ടുള്ള ഒരു വിഷയമാണ്. കണ്ണൂർ സൗത്തിലും മരം വീണിട്ടുണ്ട്. ട്രാക്കിൽ നിന്ന് മീറ്ററുകൾക്കപ്പുറമുള്ള മരങ്ങൾ റെയിൽവേ ലൈനിന് മുകളിലേക്ക് വീണതുപോലും വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. ഇടവയ്ക്കും കാപ്പിലിനും ഇടയിലുള്ള പാളത്തിൽ തെങ്ങ് വീണ ഒരു വാർത്തയും ലഭിച്ചിരുന്നു. എറണാകുളം അമ്പാട്ട് കാവിൽ മെട്രോ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണ് 4 മണിക്കൂർ നേരമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇന്നലെ രാത്രി ഏകദേശം 8 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇത്തരത്തിലുള്ള പലവിധ വിഷയങ്ങളാണ്
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ തന്നെ അതിജീവിച്ചാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൂടി നോക്കിക്കാണുക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് റെഡ് അലേർട്ട് പല ജില്ലകളിലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 27-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട്. 28-ാം തീയതി കോഴിക്കോട്, വയനാട് ജില്ലകളിലും 29-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 30-ാം തീയതി പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുക എന്നുള്ളതാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 27-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലും 28-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 29-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 30-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 31-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ അതുതന്നെയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഒപ്പം തന്നെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 27-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, 28-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, 31-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യം ഇതുതന്നെയാണ് യെല്ലോ അലർട്ട് കൊണ്ടും അർത്ഥമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.